നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ്റെ ഗുണവും ദോഷങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു മോട്ടറാണെങ്കിൽ മോട്ടറിൻ്റെ അകത്ത് ടെർമിനൽസ്, അതിൽ മോട്ടറിൻ്റെ ടെർമിനൽസ് പോലെയാണ് ഇത് കാണിച്ചേക്കുന്നത്. 6 ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ ആ ടെർമിനൽസ് കണക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മുടെ കണക്ഷൻസ്, വൈൻഡിങ്സിൻ്റെ കണക്ഷൻസ് സ്റ്റാറും ഡെൽറ്റയും മാറും. അപ്പോൾ നമ്മുടെ ഒരു മോട്ടറിന് ഒരു 3 വൈൻഡിങ്സാണ് ഉണ്ടാവുക, 3 സെറ്റ് ഓഫ് വൈൻഡിങ്സാണ് അവിടെ റെഡ്, യെല്ലോ, ബ്ലൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റാർ കണക്ഷനാണ്. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വൈൻഡിങ്സിൻ്റെ ഒരു എൻഡ് ഷോർട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടി നമ്മുടെ എൻഡ്സ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നത് ഈ കണക്ടറിൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് സെയിം ആയിരിക്കും, സെയിം വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ √3 ടൈംസ് VP, ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആണ്. അതായത് ലൈൻ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ ഫേസ് വോൾട്ടേജിനെക്കാളും. ഇനി രണ്ടാമത്തെ കാണുന്ന ഡെൽറ്റ കണക്ഷനിൽ അതിൻ്റെ കണക്ടർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജുകൾ സെയിമായി മാറും. ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് സെയിം ആവും. പക്ഷേ ലൈൻ കറണ്ട് √3 ടൈംസ് ഫേസ് കറണ്ട് ആയിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ പോയിൻ്റ് അവൈലബിൾ ആവുന്നതാണ് സ്റ്റാർ കണക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ട്രാൻസ്മിഷൻ ലൈൻ, ലോങ് ട്രാൻസ്മിഷൻ ലൈനിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ, ന്യൂട്രൽ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഇതിൽ ലോവർ വോൾട്ടേജിലാണ് സേഫർ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ കറണ്ടിൻ്റെ വാല്യൂ സെയിമാണ്, ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആയിട്ടിരിക്കും. ഫേസ് വോൾട്ടേജിൻ്റെ വാല്യൂ ഇവിടെ വ്യത്യാസം വരും. ഡെൽറ്റ കണക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ പോയിൻ്റ് എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഹൈ എൻഡ് പവർ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ഇതിൻ്റെ ഗുണം വരുന്നത്. ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കറണ്ട് കൂടുതലായിരിക്കും, കറണ്ടിൻ്റെ വാല്യൂ കാണാം. ഇതിൽ ലൈൻ കറണ്ട് = √3 ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മളതിൻ്റെ യൂസസ് കൂടുതൽ വരുന്നത് സ്റ്റാർ കണക്ഷൻ യൂസസ് വരുന്നത് പവർ ട്രാൻസ്മിഷൻ ലൈനിലും ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനിലും, അതായത് ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ലോഡുകളിലൊക്കെയാണ്. ഇവിടെയാണ് ന്യൂട്രൽ ആവശ്യമുള്ളത്, അവിടെ നമ്മൾ സ്റ്റാർ കണക്ഷനാണ് ചെയ്യുന്നത്. ഡെൽറ്റ കണക്ഷൻ ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിനും ട്രാൻസ്ഫോമറിൻ്റെ സൈഡുകളിലും ഹൈ പവർ എക്യുപ്മെൻറ്റിലൊക്കെയാണ് ആവശ്യം വരുന്നത്. അതായത് ന്യൂട്രൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളാണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സേഫറാണ്, കുറച്ച് കറണ്ട് എടുക്കുള്ളൂ. അതിൽ കണ്ടല്ലോ നമ്മൾ, കുറച്ച് കറണ്ട് അതിൻ്റെ അകത്ത് എടുക്കുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ അത് നല്ലതാണ്. പക്ഷേ ലോ പവർ ഔട്ട്പുട്ട് എന്നുള്ള ഒരു ദോഷം കൂടി അതിനുണ്ട്. ഡെൽറ്റയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലോഡുകൾ ഹൈ എഫിഷ്യൻസിയോടെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലില്ല. അപ്പോൾ നമുക്ക് ഇത് ബാലൻസ്ഡ് ആയിട്ട് വേണം ലോഡ് ചെയ്യാം. അതായത് 3 ഫേസിലും ബാലൻസ് ലോഡ് വരുന്ന രീതിയിൽ വേണം നമ്മൾ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും, സർക്കുലേറ്റിംഗ് കറണ്ട് വന്ന് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ റെയിൽവേ, പവർ ഗ്രിഡ് മുതലായ സ്ഥലങ്ങളിൽ സ്റ്റാറാണ് ഈ സ്റ്റേബിൾ വോൾട്ടേജ് സപ്ലൈക്ക് യൂസ് ചെയ്യണേ. ഇൻഡസ്ട്രീസിൽ ഡെൽറ്റ കണക്ഷനാണ് നമ്മൾ ഹൈ പവർ മെഷീനറിയിൽ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഹോംസ്, ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സ്റ്റാർ കണക്ഷനാണ് യൂസ് ചെയ്യണം, ന്യൂട്രൽ തന്നെ സ്ഥലങ്ങളിൽ. ഈ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെഷീനറീസ് ആയതുകൊണ്ട് അതിൽ ന്യൂട്രലിൻ്റെ ആവശ്യം വരുന്നില്ല, മോട്ടറിൻ്റെ അകത്ത് ന്യൂട്രലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ വേണ്ട സാധനങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഓൾറെഡി മോട്ടർ ആയതുകൊണ്ട് തന്നെ 3 ഫേസ് ഒരേ വൈൻഡിങ്സ് ഒരേ എണ്ണമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കും.